जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोधनन्दना जय व्रजजनरञ्जना जय यशोधनन्दना जय व्रजजनरञ्जना जय यमुनतिरवनचारी जय कुञ्जबिहारी जय यमुनतिरवनचारी जय कुञ्जबिहारी जय राधमाधवा जय कुञ्जबिहारी കേൾക്കാമല്ലോ. कृष्ण हरे कृष्ण कृष्ण നിങ്ങൾക്ക് കേൾക്കാൻ വയ്യാത്ത हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. വോളിയം ഇത്തിരി കുറവായിരുന്നു, ശബ്ദം ഇത്തിരി കുറവായിരുന്നു. വളരെ ഓക്കെ, നോ ഇഷ്യൂ, കേട്ടു. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച. വിസ്മയ, ഏത് രീതിയിലാണ്, ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ഏത് ജീവരൂപത്തിലാണെന്നും നമുക്കറിയത്തില്ല. പക്ഷെ അത് ഭഗവാനെ അറിയാൻ. കാര്യം ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഭഗവാൻ അറിയാം. അതുപോലെ തന്നെ അതീന്ദ്രിയ ജ്ഞാനം നേടിയവർക്ക്, ഭഗവാനെ സാക്ഷാത്കരിച്ചവർക്കും പൂർവ്വജന്മങ്ങളെ പറ്റി അറിയാം. അതിലെ ഒരു ഉദാഹരണമാണ് നാരദ മഹർഷി. നാരദ മഹർഷിക്ക് കൃത്യമായിട്ട് ആ 3 ജന്മങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭാഗവതം വ്യാസമഹർഷിയോട് നാരദ മഹർഷി, വ്യാസമഹർഷിയുടെ വിഷമങ്ങൾക്ക് ഉത്തരമായിട്ട് നാരദ മഹർഷി കാര്യങ്ങൾ പറയുമ്പം നാരദ മഹർഷിയുടെ തൻ്റെ ജന്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ സാധാരണ ദൃഷ്ടിയിൽ ഉൾക്കൊള്ളാനാവാത്തതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. നമുക്ക് ഉൾക്കൊള്ളാനാവും. എങ്ങനെ ഉൾക്കൊള്ളാനാവും? നമ്മൾ ശാസ്ത്രം പഠിക്കേണ്ട രീതിയിൽ പഠിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനാവും. അപ്പൊ അങ്ങനെ വന്നിട്ട് 16ാമത്തെ ശ്ലോകത്തിൽ വരുമ്പം, അതായത് നമ്മുടെ പ്രവർത്തനം എങ്ങനെ നിഷ്കാമമാവും, അതായത് പ്രതിഫലം, അതായത് മറ്റ് കാര്യങ്ങൾ ചിന്തിക്കാതെ എങ്ങനെ നമുക്ക് കർമ്മം ചെയ്യാം, പ്രവർത്തിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് 16 മുതൽ 24 വരെയുള്ള ശ്ലോകത്തിലോട്ട് പോകുന്നത്. ഒരു നിഷ്കാമ കർമ്മ യോഗി എന്ന് അതിനെ പറയും. ഒരു നിഷ്കാമ കർമ്മയോഗി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നിഷ്കാമ കർമ്മയോഗിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ
അതിനെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ, പഠിച്ചു പോകുമ്പോൾ പതുക്കെ നമ്മൾ രാമായണവുമായിട്ട് ലിങ്ക് ചെയ്യും. ഇന്ന് പ്രത്യേക ഒരു ദിവസമാണ്. കർക്കിടകം 1 മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ പാരായണങ്ങളുടെ ദിവസമാണ്. അപ്പൊ എങ്ങനെയാണ് ആ ശ്ലോകവും രാമായണവും ഒക്കെ എങ്ങനെ കണക്ഷൻ ആവുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കും. ഇത് അധ്യായം 1 ചെല്ലാമെന്ന് പറഞ്ഞത് സിമ്മിയാണ്. നമുക്ക് ലാസ്റ്റിൽ ചെല്ലാം, നോ ഇഷ്യൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരവിമൂഷുഭിഹി കുരു കർമ്മൈവ തസ്മാത്വം പൂർവതരം കൃതം. എന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികമായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോകുന്നത്. മോക്ഷം പ്രാപിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചിന്തകളില്ലാതെ അതീന്ദ്രിയ ജ്ഞാനം നേടി വേറെ ഒരു ട്രാൻസഡന്റൽ സ്റ്റേജിലാണ് അങ്ങനെയുള്ളവർ. അതുകൊണ്ടാണ് മോക്ഷം പ്രാപിക്കുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള യാതൊരു വിഷയങ്ങളുമായിട്ട് ഒരു താല്പര്യവുമില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെ ഉള്ള മുമുക്ഷുക്കളെ, ആ മുമുക്ഷുക്കളുടെ കാലടികൾ പിന്തുടരാനാണ് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു മുമുക്ഷുവാണ് ശ്രീല പ്രഭുപാദർ. മറ്റൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ഇങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു ആചാര്യനാണ് ജയപതാകസ്വാമി അവർകൾ. ഭൗതികമായിട്ട് യാതൊരു ബന്ധവും. അങ്ങനെ വീണ്ടും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന പേരുകൾ എടുത്ത് പെട്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എടുത്ത് പറയുന്നേ. രാധാനാഥസ്വാമി, ഇതൊക്കെ ഇവരെല്ലാം മുമുക്ഷുക്കളാണ്, മോക്ഷം പ്രാപിച്ചവരാണ്, ഭൗതിക തലത്തിൽ തന്നെ മോക്ഷം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ലാതെ അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഭഗവത്ഗീത വായിക്കാനും പഠിക്കാനും ഭഗവാനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും ഇടയായത്. കാര്യം ഇവര് അതീന്ദ്രിയ ജ്ഞാനം നേടിയവരാണ്. ഇവരുടെ പരമ്പരയായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പം അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ആ ഒരു ശ്ലോകമാണ്. കിം കർമ്മ കിമ കർമ്മേതി കവയോ അപ്യത്ര മോഹിതാഹ തദ്ധേ കർമ്മ പ്രവശ്യാമി യജ്ഞാത്വ മോഷിസേ അശുഭാത്. ഇതിന് നമ്മൾ സ്പീഡേ പോകും. കിം കർമ്മ കിമ കർമ്മേതി കവയോ അപ്യത്ര മോഹിതാഹ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോഷ്യസേ അശുഭാത്. ശബ്ദാർത്ഥം ബൈ ഹിസ് കർമ്മ കർമ്മ എന്ത്, കിം അകർമ്മ അകർമ്മം എന്ത്, ഇതി എന്ന്, അത്ര ഇക്കാര്യത്തിൽ, കവയ കവയ അഭി വിവേകികളും, മോഹിതാഹ മോഹിതരാകുന്നു, യത് യാതൊന്ന്, ജ്ഞാത്വ അറിഞ്ഞിട്ട്, അശുഭാത് അമംഗളത്തിൽ നിന്ന്, മോക്ഷസെ നീ മോചിക്കും, തത്കർമ്മ ആ കർമ്മത്തെ തേ നിനക്കായിക്കൊണ്ട്, പ്രവശ്യാമി പറഞ്ഞു തരാം. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദക്കിച്ച്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. ആ കർമ്മത്തെ പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അകർമ്മവും കർമ്മവും വികർമ്മവും. സംഗതി കേൾക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് തോന്നും. നല്ലത് മാത്രം ചെയ്യുന്നതിനെ അകർമ്മമെന്നും, നമ്മൾ പ്രത്യുപകാരം ചെയ്യാതെ കർമ്മം ചെയ്യുന്നതിനെ വികർമ്മമെന്നും, അതല്ല നമ്മൾ പ്രത്യുപകാരമൊക്കെ സാധാരണ മനുഷ്യനെ പോലെ ചെയ്യുന്ന ആക്ഷനെ കർമ്മമെന്നും നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ധരിക്കും. എന്നാൽ അതൊന്നുമല്ല. എന്നാൽ അതൊക്കെയാണ് താനും. ഇതാണ് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. കിം കർമ്മ കിമ കർമ്മേതി കവയോ അപ്യത്ര മോഹിതാഹ
कवयो अप्यत्र मोहिताः तद्धि कर्म प्रवक्ष्यामि तत्ते कर्म प्रवेश्यामि ये ज्ञात्वा मोक्ष्यसे अशुभात् ज्ञात्वा मोक्ष्यसे अशुभात् सुसिम्रु श्लोकम् किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्ष्यसे अशुभात्। हरे कृष्ण। जयप्रकाश हरे कृष्ण। किं कर्म किमकर्मेति कवयोऽप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्ष्यसे अशुभात्। हरे कृष्ण। हरे कृष्ण। नन्नु हरे कृष्ण। किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात् मोक्षसे अशुभात्। किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्ष्यसे किं कर्म किमकर्मेति कालयो अप्यत्रय मोहिता तते कर्म प्रवक्ष्यामि यज्ञत्वा मोक्ष्यसे अशुभात् किं कर्म किमकर्मेति कालयो अप्यत्र मोहिताः तते कर्म प्रवक्ष्यामि यज्ञत्वा मोक्ष्यसे अशुभात् हरे कृष्ण। ചേച്ചി വായിച്ചോ? വായിച്ചോ? എല്ലാവരും വായിച്ചോ? ഹരേ കൃഷ്ണ. നന്ദന വായിച്ചായിരുന്നോ? ഓക്കെ. ഹരേ കൃഷ്ണ. ആമി. हरे कृष्ण। किं कर्म किम अकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्षसे अशुभात्। हरे कृष्ण। किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्षसे अशुभात्। हरे कृष्ण। ഹരേ കൃഷ്ണ. നന്ദന അല്ല കീർത്തന. കേൾക്കുന്നില്ലല്ലോ, ശബ്ദമില്ല, വോയിസ് ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ പ്രഭു? യെസ് യെസ് യെസ്, സൂപ്പർ. किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्षसे अशुभात्। किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्ष्यसे अशुभात्। हरे कृष्ण। हरे വിസ്മയ. किं कर्म किम् अकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्षसे अशुभात्। ഹരേ കൃഷ്ണ. സിമ്മി. हरे कृष्णा। किं कर्म किमकर्मेति कव्योऽप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्षसे शुभात्। അശുഭാത്. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു. किं कर्म किमकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्षसे अशुभात्। ഹരേ കൃഷ്ണ. हरे ഹരേ कृष्ण। കൃഷ്ണ. ഭാസ്കരൻ പ്രഭു.
किं कर्म किमकर्मेति कव्यो अव्यत्रमोहिताम् तत्ते कर्म प्रविश्यामि यज्ञातं मोक्षसे अशुभात्. ഹരേ കൃഷ്ണ. ചേച്ചി. किं कर्म किम् अकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रविश्यामि यज्ञात्वा मोक्षसे अशुभात्. हरे कृष्ण. किं कर्म किम् अकर्मेति कवयो अप्यत्र मोहिताः तत्ते कर्म प्रविश्यामि यज्ञात्वा मोक्षसे अशुभात्. ഹരേ കൃഷ്ണ. കിം കർമ്മ കിമ കർമ്മേതി കവയോ അപ്യത്ര മോഹിതാഹ തദ്ധേ കർമ്മ പ്രവിശ്യാമി യജ്ഞാത്വ മോക്ഷസേ അശുഭാത്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. ആ കർമ്മത്തെ പറ്റി ഞാൻ വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭകളിൽ നിന്ന് മുക്തനാകും. അറിഞ്ഞെങ്കിൽ മാത്രമേ. ഒരാളെ ഉള്ളു പറയാൻ. ഈ ലോകത്ത് ഇത്ര ആധികാരികമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒരാളെ ഉള്ളു. കർമ്മത്തെ പറ്റിയും അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫൈനലായിട്ട് അത് നിനക്ക് ഞാൻ വിവരിച്ചു തരാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അശുഭങ്ങളിൽ നിന്ന്, അമംഗളങ്ങളിൽ നിന്ന് മുക്തനാകും. പിന്നെ നിങ്ങൾ അമംഗളം മുക്തനാക്കി കഴിഞ്ഞാൽ മംഗളമായി. നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മംഗളകാര്യം, ഒരു പരിപൂർണത കൈവരും. ഇത് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഭഗവാനാണ്. കാര്യം ഭഗവാൻ എല്ലാത്തിനെയും അനലൈസ് ചെയ്തിട്ടാണ് ഭഗവാൻ പറയുന്നത്. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അത്ര പരിചയം. കാര്യം നമ്മളിവിടെ കിടന്നിപ്പം ഇനിയിപ്പോ അടുത്ത യുഗത്തിൽ ഭഗവാൻ വരുമ്പോൾ പറയും, ഇവിടെ കുറെ പണ്ഡിതന്മാർ വന്നിരുന്നു, അവനൊക്കെ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നീ അതൊന്നും കേൾക്കണ്ട, കാര്യം നിന്നെ വീണ്ടും അതിൽ വിഭ്രമിപ്പിക്കും, അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ ആരെങ്കിലും തിരഞ്ഞെടുക്കും, അർജുനനെ പോലെ. എന്നിട്ട് പറഞ്ഞു. ഭഗവത്ഗീത അങ്ങനെ അവസാനിക്കുന്നില്ല. ഭഗവാന്റെ മുഖത്ത് നിന്ന് വീണ്ടും വീണ്ടും ആധികാരികമായിട്ട് പറയാൻ. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അധർമ്മം ഉണ്ടാകുമ്പോൾ ഭഗവാൻ വീണ്ടും വരും. ഭഗവാൻ തന്നെ അർജുനനെ പോലെ ഒരു ഭക്തനെ തെരഞ്ഞെടുക്കും, വീണ്ടും പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഈ അഭിനവ പണ്ഡിതരെ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇതിന്റെ ഭാവാർത്ഥം സുശീം പ്രഭു ഒന്ന് വായിച്ചു. കൃഷ്ണ പ്രഭു ഭാവാർത്ഥം ശിലപ്രഭാതർ കൃഷ്ണാവബോധത്തിൽ കർമ്മം ചെയ്യേണ്ടത് വിശ്വാസ്യരായ മുൻകാലത്തെ ഭക്തരെ മാതൃകയാക്കിക്കൊണ്ടാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭീഷ്ടം പോലെ ചെയ്തുകൂടാ എന്നതിനെ പറ്റി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഗുരു പരമ്പരയിൽപ്പെട്ട ആധികാരിക പുരുഷന്മാരുടെ നേതൃത്വത്തിന് കീഴിലാവണം. ആദ്യമായി സൂര്യദേവനും പിന്നീട് അദ്ദേഹം സ്വപുത്രനായ മനുവിനാൽ പുത്രൻ ഇക്ഷാകുവിനും ഉപദേശിക്കപ്പെട്ടതാണ് ഈ രീതി. അത്രയും പുരാതന കാലം മുതൽക്കേ ഭൂമിയിൽ നിലനിന്നു പോരുന്നു ഇത്. അതുകൊണ്ട് ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പ്രമാണികരായ മുൻഗാമികളുടെ കാൽപ്പാടുകൾ പിന്തുടരണം. അല്ലെങ്കിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളുടെ നിലവാരം എന്തെന്നറിയാതെ ദക്ഷിണാശാലികൾ പോലും അമ്പരന്നു പോകും. അതുകൊണ്ടാണ് അർജുനൻ താൻ തന്നെ ഉപദേശിക്കാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചത്. ഉപദേശം ഭഗവത് പ്രോക്തമായിരിക്കെ പിന്നീട് അർജുനന്റെ അനുയായി ആവുന്ന ഏതൊരാൾക്കും അതിനെപ്പറ്റി വിഭ്രമത്തിനിടയില്ല തന്നെ. വികലവും പരീക്ഷണ വിധേയവുമായ അറിവ് കൊണ്ട് ഒരാൾക്ക് ധർമ്മ മാർഗങ്ങൾ അറിയാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കാൻ ഭഗവാൻ മാത്രമാണ് അധികാരി. ധർമ്മത്തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭാഗവതം 6:3-19. വികലമായ ഊഹാഭോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആർക്കും ധാർമ്മിക പ്രമാണങ്ങൾ ഉണ്ടാക്കാൻ അവകാശമില്ല. ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മനു, കുമാരന്മാർ, കപിലൻ, പ്രഹ്ലാദൻ, ഭീഷ്മൻ, സുഖദേവ് ഗോസ്വാമി, യമൻ, ജനകൻ,
ബലി ചക്രവർത്തി മുതലായ ആധികാരികത്വമുള്ളവരെ പിന്തുടരുക തന്നെ വേണം. എന്താണ് മതം, എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് ഊഹിച്ചറിയാൻ സാധ്യമല്ല. ഭക്തന്മാരോടുള്ള അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് കർമ്മ അകർമ്മങ്ങളെ പറ്റി ഭഗവാൻ സ്വയം അർജുനന് വിവരിച്ചു കൊടുക്കുന്നത്. കൃഷ്ണാവബോധം പൂർവം ചെയ്യപ്പെട്ട കർമ്മം മാത്രമേ മനുഷ്യനെ ഭൗതിക ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കൂ. ഹരേ കൃഷ്ണ. കൃഷ്ണാബോധം ചെയ്യപ്പെട്ട കർമ്മം മാത്രമേ മനുഷ്യനെ ഭൗതിക ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കൂ. ഇതിനകത്ത് ആദ്യത്തെ പാരഗ്രാഫിൽ സുശിംപ്രു വായിച്ചു. അതുകൊണ്ടാണ് അർജുനനെ താൻ തന്നെ ഉപദേശിക്കാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളുടെ നിലവാരം എന്തെന്നറിയാതെ തിഷണാശാലികൾ പോലും അമ്പരന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിത് പിന്നിപ്പം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. നേരത്തെ തന്നെ അതാണ് പറഞ്ഞത്. ഭഗവാൻ നേരിട്ട് വരും. ഇപ്പോഴത്തെ എല്ലാ അഭിനവ പണ്ഡിതന്മാരെയും അടിച്ചിരുത്തി വീണ്ടും നല്ലൊരു അർജുനനെ തെരഞ്ഞെടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് ഭഗവത്ഗീത ഉപദേശിക്കാൻ വരും. ഭഗവാൻ ഇവിടെ നിർത്തുന്നില്ല. എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് വായിക്കാൻ അറിയാതെ പറഞ്ഞു പോയതാ. എത്ര സ്പഷ്ടമായിട്ടാണ്. വീണ്ടും പറയുന്നു, ധർമ്മത്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവത്തിൽ പറയുന്നു, ധർമ്മത്തു സാക്ഷാത് ഭഗവത് പ്രണീതം ന വൈ വിദുർ ഋഷയോ നാഭിദേവാഹ ന സിദ്ധമുഖ്യ അസുര മനുഷ്യ കുതു നു വിദ്യാധര ചാരണാദയ. യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ നിർമ്മിച്ച് നിയമമാക്കിയത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അതുകൊണ്ടാണ് ധർമ്മത്തു സാക്ഷാത് ഭഗവത് പ്രണീതം. അപ്പം ആ നിയമം ഉണ്ടാക്കിയെടുത്തത് ഭഗവാനാണ്. ഭഗവാനെയാണ് പ്രീണിപ്പിക്കേണ്ടത്, സന്തോഷിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഭഗവാന്റെ തത്വങ്ങളാണ് പിന്തുടരേണ്ടതാണ്. അതാണ്. അപ്പം പൂർണ്ണമായും സത്വഗുണത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത്യുന്നത ലോകങ്ങളിൽ വസിക്കുന്ന മഹർഷിമാർക്കോ ദേവന്മാർക്കോ സിദ്ധലോക മുഖ്യർക്കോ അസുരന്മാർക്കോ സാധാരണ മനുഷ്യജീവികൾക്കോ വിദ്യാധരന്മാർക്കോ ചാരണന്മാർക്കോ യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആര് പറഞ്ഞു? ഭഗവാൻ തന്നെ. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വീണ്ടും പറഞ്ഞു. ഇവിടെ കുറെ ആൾക്കാരുടെ ലിസ്റ്റ് തന്നു. ആരൊക്കെയാണ് ആ ലിസ്റ്റ് വന്നിരിക്കുന്നത്? ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് ആരൊക്കെയാണ്? ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മനു, കുമാരന്മാര്, കപിലൻ, പ്രഹ്ലാദൻ, ഭീഷ്മർ, സുഖദേവ ഗോസ്വാമി, യമൻ, ജനകൻ, ബലിചക്രവർത്തി. ഹരേ കൃഷ്ണ. ഈ ലിസ്റ്റ് ആരാണ്? ഈ ആരുടെ ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്? മഹാജനങ്ങളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മനു, കുമാരന്മാർ, കപിലൻ, പ്രഹ്ലാദൻ, ഭീഷ്മർ, സുഖദേവ ഗോസ്വാമി, യമൻ, ജനകൻ, ബലിചക്രവർത്തി. 12 മഹാജനങ്ങളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അവരെ പിന്തുടരണമെന്നാണ് പറഞ്ഞത്. എങ്കിൽ മാത്രമേ നിനക്ക് കർമ്മമേത്, അകർമ്മമേത്, വികർമ്മമേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മള് കർക്കിടക മാസമാണ്, രാമായണ താളുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാദേവരുടെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാവണൻ, ഏറ്റവും വലിയ പണ്ഡിതൻ, സ്കോളർ. പക്ഷേ
ലേൺഡ് സ്കോളർ അല്ലായിരുന്നു, അതായത് അപഗ്രഥിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു. വേദങ്ങളെ മൂന്നായിട്ട് തിരിക്കും: കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം ആൻഡ് ഉപാസനാകാന്ഡം. ഇവിടെ ജ്ഞാനം നേടിയെങ്കിലും ഉപാസനാകാന്ഡത്തിലോട്ട് രാവണൻ എത്തിയില്ല. അതുകൊണ്ട് വിഭീഷൺ, സ്വന്തം സഹോദരൻ വിഭീഷണൻ പോലും ഉപദേശിച്ചിട്ടും രാവണനത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങ് മഹാദേവരുടെ ഭക്തനാണെങ്കിൽ പോലും മഹാദേവർക്ക് പോലും അങ്ങയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് വിഭീഷണൻ തീർത്ത് പറഞ്ഞപ്പോൾ വിഭീഷണനെ ചീത്ത വിളിച്ച് ആട്ടി പുറത്താക്കി കൊട്ടാരത്തിൽ. നീ എന്റെ സഹോദരനല്ല, നീ മിത്രത്തെ പോലെ നടിക്കുന്നെങ്കിലും നീ എന്റെ ശത്രുവാണെന്ന് പറഞ്ഞു. വിഭീഷണ സന്ദേശം വായിക്കണം. രാവണ വിഭീഷണ സന്ദേശം വായിക്കണം യുദ്ധകാണ്ഡത്തിൽ, അപ്പോൾ മനസ്സിലാകും. അപ്പൊ സഹോദരൻ പറയും, ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ല, ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് അനുചിതമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി വിഭീഷണൻ? നേരെ പോയത് ശ്രീരാമസന്നിധിയിലേക്കാണ്, ഭഗവാന്റെ അടുത്തേക്കാണ്. ഇനി ഒന്നും എനിക്ക് നോക്കാനില്ല, ഭഗവാന്റെ അടുത്തേക്കാണ്. അതാണ് കർമ്മം, അല്ലെങ്കിൽ അതാണ് വികർമ്മം എന്ന് പറയുന്നത്. ഈ വികർമ്മത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. അതുകൊണ്ട് എന്തുണ്ടായി? വിഭീഷണനെ ശ്രീലങ്ക മുഴുവൻ കത്തിയിട്ടും വിഭീഷണന്റെ കൊട്ടാരം കത്തിയില്ല. വിഭീഷണന്റെ കൊട്ടാരം കത്തിയില്ല. വിഭീഷണന്റെ കൊട്ടാരം കത്തിയിട്ടില്ല. അതുമാത്രമല്ല, വിഭീഷണനെ രാജാവാക്കുകയും ചെയ്തു. ഇതാണ് നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട, ഭഗവാൻ എല്ലാം നമുക്ക് ചെയ്തു തരും. അവിടെയാണ് വികർമ്മം. ഇപ്പം വികർമ്മം എന്ന് പറയുന്ന വരുമ്പം അകർമ്മം, ആക്ഷൻ, ഫോർബിഡൻ ആക്ഷൻ, ഇനാക്ഷൻ. കർമ്മം, അകർമ്മം, വികർമ്മം. കർമ്മം എന്ന് പറയുമ്പം കർമ്മ ഈസ് auspicious action recommended by the scriptures. അപ്പൊ നമ്മുടെ സ്ക്രിപ്ചർ പ്രകാരം, വൈദിക വിധി പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നതിനെ, ശുഭപ്രവർത്തികളെയാണ് കർമ്മം എന്ന് പറയുന്നത്. അവിടെ കർമ്മം കൊണ്ട് അവിടെ നിൽക്കുന്നു. പക്ഷേ ആ കർമ്മത്തിനെ അതിൻ്റെ ഫലങ്ങളോട് യാതൊരു ബന്ധവുമില്ലാതെ ഭഗവാന്റെ ആനന്ദത്തിനായിട്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിന് വികർമ്മം, അകർമ്മം എന്ന് പറയും. അകർമ്മം എന്ന് പറയും. അതേസമയം വികർമ്മം എന്ന് പറയുമ്പം നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, അല്ലെങ്കിൽ അതിന് പരിണിത ഫലമായിട്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നു, അന്യന് ദ്രോഹം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ ദ്രോഹം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള പ്രവർത്തികളെ വികർമ്മം എന്ന് പറയും. ഇതിനെ തരംതിരിച്ചെടുക്കാൻ നമ്മുടെ സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ബുദ്ധി കൊണ്ട് പറ്റില്ല എന്നിട്ടുള്ളതാണ് ഭഗവാൻ പറഞ്ഞു വന്നത്. രാവണന് പോലും പറ്റിയില്ല, ഇത്രയും പണ്ഡിതനായ രാവണന് പോലും പറ്റിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തു പറഞ്ഞത്, നേരത്തെ മുമുക്ഷുക്കളെ ഫോളോ ചെയ്യണം. അതുപോലെ വീണ്ടും ഒരു ലിസ്റ്റ് തന്നു, 12 മഹാജനങ്ങളെ ഫോളോ ചെയ്യണം. ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഇവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ നിനക്ക് മംഗളം ഉണ്ടാവൂ, അതായത് അമംഗളമായ കാര്യങ്ങൾ മാറിപ്പോവുകയുള്ളൂ എന്ന് ഭഗവാൻ തീർത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ 12 മഹാജനങ്ങളെ പിന്തുടരാത്തതുകൊണ്ട്. സത്യം, 12 മഹാജനങ്ങളെ പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർത്ത് പറയുന്നു, വീട്ടിൽ മംഗളമേ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മംഗളം മാത്രമേ ഉണ്ടാകൂ. യാതൊരു സംശയവുമില്ല കാര്യം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നല്ലത് മാത്രം, ഗുഡ്. ഇപ്പം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രത്യേകിച്ച് കുട്ടികൾ ഡിബേറ്റ് ചെയ്യാറുണ്ട്. ഗുഡ് ഡീഡ്സ്, എന്താണ് ഗുഡ് ഡീഡ്സ്? അതൊരു നിർവചനം തരും.
വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നു എന്ന് ഗുഡ് ഡീഡ്സ് എന്ന് പറയും. ശരിയോ തെറ്റോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത്, അതായത് ഒരു യാചകന് ഭക്ഷണം കൊടുക്കുന്നത് ഗുഡ് ഡീഡ്സ് ആണോ അല്ലേ? നല്ലതോ ചീത്തയോ? നല്ലതോ ചീത്തയോ? കീർത്തന എന്തോ പറയുന്നു? അത് കർമ്മമാണ്. എന്തോ കർമ്മത്തിൽ പെടും. അത് കർമ്മത്തിൽ ചോദിച്ച ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, നല്ലതോ ചീത്തയോ? കർമ്മമാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഇല്ല, ഞാൻ എങ്കിൽ എന്നുള്ളതല്ല, ഒരൊറ്റ ചോദ്യം, യെസ് ഓർ നോ. കർമ്മമാണ്. ഞാൻ കർമ്മമോ അകർമ്മമോ വികർമ്മോ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചൊരു ഒറ്റ കാര്യം. ഒരു യാചകൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, മുന്നിൽ യാചകനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു യാചകൻ, ഈ യാചകൻ വിശക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരണേന്ന് ചോദിക്കുന്നു, നിങ്ങൾ കൊടുക്കുന്നു. ഇത് ഗുഡ് ഡീഡ്സ് നല്ലതാണോ ചീത്തയാണോ എന്നാ ചോദിക്കും. ജനറേഷൻ പറയുന്നു നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി, ഭഗവാനെ വിളിക്കേണ്ട ആവശ്യമില്ല. നല്ലതോ ചീത്തയോ? നല്ലത്. എത്ര പേര് നല്ലത് എന്ന് പറയുന്നു? എത്ര പേര് ചീത്ത എന്ന് പറയുന്നു? അല്ലെങ്കിൽ എല്ലാവരും നല്ലതെന്നാണ് പറയുന്നത് അല്ലേ? പോയിന്റ് ഓഫ് വ്യൂവില് നല്ലത് തന്നെയാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ കൃഷ്ണന്റെ പ്രസാദം കൊടുക്കണം എന്ന് പറയേണ്ടി വരും. പ്രഭു ഇപ്പൊ പറഞ്ഞതാ ശരി. സാധാരണക്കാര് ചെയ്യുന്നത് നല്ലതാണ്. കൃഷ്ണാവബോധം പ്രഭു ഉദ്ദേശിക്കുന്ന അതാണ്. ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇപ്പൊ നമ്മൾ ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പോയിന്റ് പറഞ്ഞു. കൃഷ്ണാബോധത്തിലാണെങ്കിൽ പ്രസാദം കൊടുക്കുന്നത് ഒരു പോയിന്റ് കയറി പറഞ്ഞു പിടിച്ചു. അവിടെയാണ് നേരത്തെ പറഞ്ഞ് ശീലിക്കുന്ന ഒരു ആൻസർ ആണ്. സാധാരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇത് വേറെ തരത്തിലോട്ട് കൊണ്ടുപോകരുത്. കാര്യം പിന്നെ രൂക്ഷമായ ചില വീടുകളൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, അവനെ സഹായിക്കേണ്ട ആവശ്യകത കർമ്മമാണ്. അതല്ല, അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, ഈ വിശക്കുന്നവന് ഓഫർ ചെയ്ത ഭക്ഷണം ഞാൻ കൊടുക്കുന്നു, എന്താ പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് സ്വീകരിക്കണമെന്ന് വേണ്ടി കൊടുക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം. ഞാൻ ഈ ഉത്തരത്തിലോട്ട് വരുന്നതിന് മുമ്പിട്ട് തെറ്റിദ്ധരിച്ചു കളയത്, ഇതിനെ ഒരു ഹാർഡ് കോർ ഡിവോട്ട്, ഞാൻ അങ്ങനെ എടുത്തു പറയല്ല, ഞാൻ ആ പദം ഉപയോഗിക്കുന്നുമില്ല. ചിലര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കിളിനുള്ളിൽ തന്നെ, അതൊക്കെ കർമ്മത്തിന്റെ ഫലമാണ് പ്രഭു, അതൊക്കെ അവരങ്ങ് നടക്കുള്ളൂ, സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. അതൊരു ശരിയായ പ്രവണതയല്ല, ശരിയായ ഉത്തരമല്ല, ശരിയായ കൃഷ്ണ അവബോധമല്ല. ഭഗവാൻ കൊടുത്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണത്. അത് ഭഗവാനും അദ്ദേഹവും തമ്മിൽ മാത്രമാണ് ബന്ധം. നമ്മൾ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാൻ പാടില്ല. 1, 2. അല്ലെങ്കിൽ നമുക്ക് അത് സഹായിക്കേണ്ട ആവശ്യമില്ല പ്രഭു, അത് അവർക്ക് അനുഭവിച്ച് തീർക്കാനുള്ളതാണ് പ്രഭു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പലയിടത്തും കേൾക്കാറുണ്ട്. അത് തെറ്റാണ്. അത് തെറ്റാണ്. ഇനി 2, എന്നാൽ ഈ യാചകൻ ഈ പറയുന്നതിന്റെ കൂട്ട് അല്ലെങ്കിൽ ഭിക്ഷയാചിക്ക് വരുന്ന ആൾക്കാർക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ? അധികാരമുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഭയങ്കര കോംപ്ലിക്കേഷൻ. ഇല്ല, നമുക്ക് നേരിട്ട് സഹായിക്കാനുള്ള അധികാരമില്ല. കാര്യം ആരാണോ ആ കർമ്മഫലം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ ബ്രേക്ക് ചെയ്യാണ്. ഒഫൻസ്, അദ്ദേഹത്തെ ബ്രേക്ക് ചെയ്യാണ്. ഭഗവാൻ അറിയാതെ ഭിക്ഷക്കാരനാവത്തില്ല, ഭഗവാൻ അറിയാതെ യാചകനാവത്തില്ല, ഭഗവാൻ അറിയാതെ കുബേരനാവത്തില്ല. അപ്പം ഭഗവാൻ ചെയ്തു കൊടുത്താണ് നമ്മൾ അതിനെ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒഫൻസ്, നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തു. എന്നാൽ അതേ സമയം തന്നെ നമുക്ക് അവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. സഹായിച്ചില്ലെങ്കിൽ അതും ഒഫൻസ്. ഇതാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മള് കാണാത്ത രീതിയിൽ അത് ഭഗവാൻ കൊടുത്തിരിക്കുന്നതിൽ നമ്മളെന്താ അതിനകത്ത് കിടപെടുന്നത് കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതും ഒഫൻസ്. ജീവിതത്തിൽ അതും എഴുതി വെക്കും, ഒരു യാചകനെ നീ സഹായിച്ചിട്ടില്ല എന്ന്. പ്രശ്നമാണ്. അപ്പം അവൻ അനുഭവിച്ചത് ഭഗവാന്റെ അല്ലെങ്കിൽ അവന്റെ കർമ്മഫലം. അതേസമയം അവൻ വൈഷ്ണവന്റെ മുന്നിൽ യാചിക്കാൻ ഇടയായതും ഭഗവാന്റെ കാരുണ്യം. വൈഷ്ണവന്റെ മുന്നിൽ ഭഗവാൻ യാചിച്ചപ്പോൾ, അതിന് സാഹചര്യം കൊടുത്തപ്പോൾ
നമ്മൾ ഭഗവാനെ പഴിചാരിയിട്ട് സഹായിക്കാതിരുന്നാൽ അത് നമ്മുടെ ഓഫൻസ്. അതേസമയം ഭഗവത് പ്രസാദം അല്ലെങ്കിൽ ധനമായിക്കോട്ടെ, ഭഗവത് പ്രസാദം എന്തായാലും ഭഗവാന് സമർപ്പിച്ചിട്ട് ഭിക്ഷ കൊടുക്കുകയല്ല. ഭഗവത് പ്രസാദം ദാനമായി ഭഗവാന്റെ പ്രസാദം അല്ലെങ്കിൽ ഭഗവാൻ ചിന്തിച്ചിട്ട് ഭഗവാനെ സമർപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് ഭഗവത് സേവ. അവന് കിട്ടുന്ന ആശ്വാസം, ഭഗവാൻ അവന് കർമ്മഫലം കൊടുക്കുമ്പോൾ ഭഗവാൻ അതും എഴുതി വെച്ചിട്ടുണ്ട്. നിന്നെ ഭഗവാന്റെ ഭക്തര് കാണും, ഭക്തര് നിന്നെ സഹായിക്കുന്നത് വഴി, ഭക്തരിലൂടെ നീ കിട്ടുന്ന പ്രസാദം കഴിക്കുന്നത് വഴി നിനക്ക് ഈ ജന്മത്തിൽ മോക്ഷം കിട്ടും, അല്ലെങ്കിൽ കുറച്ച് പാപകർമ്മങ്ങൾക്ക് ഇളവ് കിട്ടും. അത് എഴുതി വച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവന് നമ്മുടെ മുന്നിൽ കൈനീട്ടാൻ തോന്നത്തില്ല, അല്ലെങ്കിൽ വൃന്ദാവനത്തില് ജനിക്കാൻ തോന്നത്തില്ല യാചകര്. അവിടെയാണ് വ്യത്യാസം. അപ്പം ഇത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രം കൃത്യമായിട്ട് പഠിച്ചേ പറ്റുകയുള്ളൂ. യാതൊരു സംശയവുമില്ല ഇക്കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ 12 മഹാജനങ്ങളെ പിന്തുടരൂ. 100 പ്രാവശ്യം പറയുകയാണ്. അങ്ങനെ വരുമ്പം ഈ രാമായണ മാസത്തില് അപ്പം സുശീം പ്രഭു, ജയപ്രകാശ് പ്രഭു, ക്ലിയർ ആയില്ലേ ഉത്തരം? ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒബ്ജക്ഷൻ യുവർ ഓണർ ഉണ്ടോ? ഹരേ കൃഷ്ണ. ആരുടെയും മൊബൈൽ ഓക്കെ ഉണ്ടോ? ജയപ്രകാശ് പ്രഭു മ്യൂട്ടാണ്. സുരേഷ് പ്രഭുവിന്റെ മൊബൈലാണെന്ന് പറഞ്ഞു. അതെ അല്ല, ഇതിനകത്ത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ഒത്തിരിയും പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എന്തോ എന്തോ വൈഷ്ണവനല്ലാത്തവനും കൊടുക്കാമല്ലോ അല്ലേ? എന്തോ നമ്മളിപ്പോ കൊടുക്കുന്നത് ആർക്കും കൊടുക്കാമല്ലോ. ആർക്കും കൊടുക്കാം. കാര്യം അതാ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മുന്നിൽ കൈ നീട്ടാനുള്ള ഭാഗ്യം അവന് കിട്ടി. അത് ഭഗവാന്റെ കരുണയോടെ ഭഗവത് പ്രസാദം കൊടുക്കാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടി. ഭഗവാനെ പഴിചാരിയിട്ട് പോയി അതിൽ വലിയ കാര്യമില്ല. അപ്പൊ കടമായി കൊടുത്ത് സഹായിക്കുന്നത് പ്രഭു? എന്തോ കടമായി കൊടുത്ത് സഹായിക്കുന്നത്? എന്ത് കൊടുത്താലും ഭഗവത് സമർപ്പിതമായിട്ട് ചെയ്യും. ശരി, നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല. ഭയങ്കരമാണ്. ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഒരു കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് സാധാരണക്കാരനെ സഹായിക്കേണ്ട കടമ, അതായത് അത് ദീന അനുകമ്പ തീർച്ചയായിട്ടും നമുക്ക് വേണം. ദീന അനുകമ്പ ഉണ്ടാവണം. പക്ഷെ ദീന അനുകമ്പ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ഭഗവത് സാന്നിധ്യത്തിൽ വേണം അനുകമ്പ ഉണ്ടാവാൻ. പരദുഃഖ ദുഃഖി കൃത്യമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഡിവോട്ടിയുടെ നിർവചനം പറയുന്നുണ്ട്. പരദുഃഖ ദുഃഖി, അന്യന്റെ ദുഃഖത്തിൽ ദുഃഖം കാണുന്നവനെയാണ് യഥാർത്ഥ ഡിവോട്ടി എന്ന് പറയുന്നത്. അന്യൻ ദുഃഖിക്കുമ്പോൾ അത് അവന്റെ കർമ്മഫലമാണെന്ന് അടിച്ചിരുത്തി പറഞ്ഞ് ഒഴിഞ്ഞു പോകാനുള്ളതല്ല ഡിവോട്ടി എന്ന് പറയുന്നത്. പരദുഃഖ ദുഃഖി. പക്ഷേ ആ സഹായിക്കുന്നതിന് നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഭഗവത് സമർപ്പിതമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാനത് കൊടുക്കുകയാണ്, അവനത് നല്ലത് വരട്ടെ, അവന് നല്ലത് വിനിയോഗിക്കട്ടെ. ഭഗവാനെ സമർപ്പിച്ചിട്ട് ഞാനത് കൊടുക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കുന്നു, എല്ലാം മംഗളകരമായി തീരട്ടെ, പ്രാർത്ഥിച്ചു കൊടുക്കണം. അല്ലാതെ ഞാൻ അവനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൗഢിന് വേണ്ടിയിട്ട് കൊടുക്കരുത്. അതാണ് നമ്മുടെ പ്രൗഢിന് വേണ്ടിയിട്ട് ഞാൻ 1,00,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഞാൻ അങ്ങ് വെറുതെ അങ്ങോട്ട് കൊടുത്തു. വ്യത്യാസമുണ്ട്. നീ നിന്റെ കഴിവിന് വെറുതെ കൊടുത്താണെങ്കിൽ അതിന്റെ ഫലവും നീ അനുഭവിച്ചു, ഒരു കുഴപ്പമില്ല. വരുന്ന റിയാക്ഷൻസ് നീ അനുഭവിച്ചു എന്ന് പറയുമ്പം, അതായത് സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു മദ്യപാനിക്ക് അവൻ വന്ന് പറയാ, സാറേ പൈസയൊന്നുമില്ല, ഒരു 10-100 രൂപ തരാൻ തന്നോളാം എന്ന് പറയുമ്പം നമ്മൾ എടുത്തു കൊടുക്കും. എന്തിനാ എടുത്തു കൊടുക്കുന്നത്? ബാറിൽ പോകാൻ വേണ്ടി. അപ്പൊ നമ്മൾ വിചാരിക്കും, 100 രൂപ ചോദിച്ചിട്ട് കൊടുത്തില്ല, അവൻ നല്ല ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാളല്ലേ, നല്ലൊരു സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാളല്ലേ,
അവൻ ഇന്ന് ഒന്ന് കൊടുത്ത് അവൻ ബോട്ടിൽ കഴിച്ചാൽ എന്താ, നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാം, നാളെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. നാളെ എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവനെ സഹായിക്കുകയും അവൻ പോയി മദ്യം കഴിക്കുകയും അവൻ തിരിച്ചു വന്നിട്ട് അവന്റെ കുടുംബത്തിൽ ബഹളമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണുനീര് ആരിലെത്തും? ആരിൽ എത്തും? ആ കുടുംബത്തിന്റെ എന്തോ നമ്മളിൽ കൊടുത്ത ആളിലും എത്തും. ആളിലെത്തും. വേറൊരു കാര്യം പറയാം. ഇവിടെയാണ് കാരണം. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൻ പോയി അവന്റെ വീട്ടിൽ അടിയുണ്ടാക്കി അവരെ ഇരിക്കുന്ന കൊടുക്കുകയും പൊട്ടിച്ച് അവൻ എടുത്തുകൊണ്ട് പോയി കുടിച്ചിട്ട് വന്നാലോ? നമുക്ക് കിട്ടുന്നില്ല. ആ പാവം നമുക്ക് വരുന്നില്ല. നമുക്ക് വരുന്നില്ല പ്രഭു. അവിടെയാണ് വിഷയം. നമ്മൾ എന്തിനാണ് ചോദിച്ച് പിടിച്ചു വാങ്ങിക്കുന്ന ആ പാവങ്ങൾ? നമുക്ക് വരുന്നില്ല. അത് അവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ശരിയാണ്. ഞാൻ വെറുതെ പറഞ്ഞാണ്. നമുക്ക് വരുന്നില്ല. നമ്മൾ എന്തിനാ വഴിയെ പോകുന്ന പാവങ്ങൾ എടുത്ത് പിടിച്ചു വെക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇല്ല, നേരത്തെ അല്ല വരരുചി പറഞ്ഞതിന്റെ കൂട്ട് ആ പാവം നിനക്കിരിക്കട്ടെ എന്ന് പറയുന്നത്. ഒരു പാവം കൂടെ ബാക്കി എന്തൊരു കഥയുണ്ടായിരുന്നല്ലോ. അപ്പം അത് അട്ടയെ തിന്നുന്നത്. അതെ. അപ്പം അട്ടയെ തിന്നുന്നത് എന്തിനാ വഴിയെ പോയി പാവം വെക്കുന്നത്? സൂക്ഷിച്ചും കണ്ടും വേണം. അതാണ് അത് തന്നെയാണ് ഈ കർക്കിടക മാസത്തിൽ രാമായണവും പറയുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ആധ്യാത്മിക രാമായണത്തിന്റെ എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് പാലകാണ്ഡം തുടങ്ങുന്നത് നാരായണായ നമോ. ശ്രീരാമ രമിപ്പിക്കുന്നവനെ അവസാനം പറയുകയാണ് നാരായണായ നമോ. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഹയ ചക്ഷുരുമീരിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എന്താണ് പറഞ്ഞത്? ശാരിക പൈതതാനും വന്ദിച്ചു വന്ദ്യന്മാരെ. ഗുരുസ്മൃതിയോടെ ഏത് കാര്യവും തുടങ്ങണം. ഇവിടെ വീണ്ടും ശ്രീരാമചരിതം എല്ലാ വന്ദിക്കേണ്ടവരെയും വന്ദിച്ചിട്ട് പറയുന്നു 12 മഹാജനങ്ങളെയും ഭഗവാൻ പിന്തുടരണമെന്ന് പറയുന്നത് പോലെ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവിൻ ആവോളം വന്ദിക്കുന്നേൻ. ഈ ഭക്തിയിലേക്കുള്ള എല്ലാ വിഘ്നങ്ങളും മാറി തരുവാൻ സാക്ഷാൽ മഹാഗണപതിയെ ഞാൻ വന്ദിക്കുന്നു. ഗണപതി ഹോമം എന്ന് പറയുന്നത് അതുകൊണ്ട് പൂർത്തിയാവുന്നില്ല. ഗണപതി ഹോമം എന്ന് പറയുന്നത് ആത്മീയതയിലേക്കുള്ള ഉന്നമനത്തിനുള്ള എല്ലാ വിഘ്നങ്ങളും മാറിത്തരാൻ വേണ്ടിയിട്ടാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. വിഘ്നങ്ങളെ വന്ദിക്കുകയാണ്. വിഘ്നങ്ങളെ ഭഗവാനെ വന്ദിക്കുകയാണ്. ഗണേശനെ വന്ദിക്കുകയാണ്. വാണിടുക നാരദമെന്നുട നാവു തന്മേൽ വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തേ കേണം കാനനെ യഥാ കാനനെ ദിഗംബരൻ. നാരായണം നമസ്കൃത്യ നരം ചെയ്ത നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഭഗവാന്റെ വചനങ്ങൾ പറയുവാനായി സരസ്വതി ദേവി
യാതൊരു വിഘ്നങ്ങളും വരാതെ നാണമെന്നി എപ്പോഴും അനർഗളമായി നാവിൻ തുമ്പിൽ വാഴണമേ. വാരിജോദ്ഭവൻ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാല കടന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതേ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. അച്ഛൻ കൃത്യമായിട്ട് ആദ്യമേ തന്നെ പറയുകയാണ്, വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. ഈ വിശ്വത്തിന്റെ സൃഷ്ടികർത്താവേ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. ഭഗവാൻ തന്നെയാ വ്യാസമഹർഷിയായിട്ട് വന്നു. വിഷ്ണു തന്നായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. വ്യാസമഹർഷിയെ നമ്മൾ നമസ്കരിച്ചു. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി. കവി എന്ന് പറയുമ്പം ഭഗവാന്റെ ഭക്തൻ എന്നർത്ഥം. വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികപ്പോഴും വന്ദിക്കുന്നേ. എത്ര സുന്ദരമായിട്ട് ഒരു റീഇൻഫോർമേഷൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ 2 തരം ജന്മമുണ്ട്. ആദ്യത്തെ ജന്മം രത്നാകരൻ, ആസുരീകമായ ഭാവം. എന്തും എനിക്ക് ചെയ്യാം, ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, ആർക്കും എന്നെ ധിക്കരിക്കാൻ പറ്റത്തില്ല. ആസുരികമായ ആ ജന്മത്തെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ മുമുക്ഷുക്കളെ ശരണം പ്രാപിച്ചു ആത്മീയമായ ജ്ഞാനം നേടിയപ്പോൾ ആ ഭൗതിക ജീവിതത്തിന് ഒരു റീഫോർമേഷൻ ഉണ്ടായി. റീഫോർമേഷൻ ഉണ്ടായപ്പോൾ അത് വാൽമീകി മഹർഷിയായിട്ട് വന്നു. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമപാദി. ആ രാമ ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചപ്പോൾ ആ രത്നാകരൻ എന്ന കാട്ടാളന് ആ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടായിട്ട്, സുശീംപ്രഭു മുൻ ക്ലാസ്സുകളിൽ മനസ്സൊരു ഇന്നസെന്റ് ആണെന്ന് പറയും. ഞാൻ എപ്പോഴും ഇനി പറയാൻ പോവാണ്, മനസ്സൊരു ഇന്നസെന്റ് ആണ്, മനസ്സ് ഇതിനൊന്നും ഒരു ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സ് ഇന്നസെന്റ് ആണ്, അതുകൊണ്ട് തന്നെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ആ മാനസിക പരിവർത്തനം നേരത്തെ ഭഗവാൻ പറഞ്ഞതുപോലെ മുമുക്ഷുക്കളെ ശരണം പ്രാപിച്ചപ്പോൾ 12 മഹാജനങ്ങളിൽ ഒരാൾ 12 മഹാജനങ്ങളെ ശരണം പ്രാപിച്ചപ്പോൾ, സപ്തർഷികളെ ശരണം പ്രാപിച്ചപ്പോൾ ആ മനസ്സിനൊരു പരിവർത്തനം ചെയ്യുന്നു. പരിവർത്തനം വന്നപ്പോൾ കൈൻഡ് ലെസ്സിൽ നിന്ന് കൈൻഡ്നെസ്സിലോട്ട് ആ ശരീരം മാറി, മനസ്സ് മാറി. ദയ അധർമ്മത്തിൽ നിന്ന്, ദയയില്ലായ്മയിൽ നിന്ന് ദയയിലോട്ട് മാറുമ്പോൾ ആദ്യത്തെ ശ്ലോകം പുറപ്പെട്ടു, മാനിഷാദ. അതിന്റെ ആദ്യത്തെ ശ്ലോകം എങ്ങനെ അതിന്റെ പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു. എന്താണത്? ഫസ്റ്റ് ശ്ലോകം വന്നത് സുശീം പ്രഭു. ആ എന്തോ എനിക്ക് ഓർമ്മയില്ല പ്രഭു. ശ്ലോകം ഇന്നലെ പ്രഭു പറഞ്ഞിരുന്നു. പക്ഷെ അതെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആ ചേട്ടന് ഓർമ്മയുണ്ടോ ആ ശ്ലോകം ഏതാണെന്ന്? വാൽമീകി മഹർഷിയുടെ ഫസ്റ്റ് ശ്ലോകം, വാൽമീകി മഹർഷിയുടെ ഫസ്റ്റ് ശ്ലോകം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ശ്ലോകത്തിന്റെ ഫസ്റ്റ് വാക്ക് എടുത്ത് ഇടയ്ക്ക് മാനിഷാദ പ്രതിഷ്ഠാം ത്വമാഗമ ശാശ്വതീ സമാ
യത് ക്രൗഞ്ചം മിഥുനാനേകം അവധി കാമമോഹിതം. അരുത് കാട്ടാള, അരുത് എന്ന് വാൽമീകി മഹർഷി ആ പക്ഷിയെ അമ്പ് ചെയ്ത ആ വേടനോട് പറഞ്ഞു. അതേസമയം ഈ ഭൗതിക ലോകത്തിൽ തന്നെ മുൻ ജീവിതം ആ കാട്ടാളനെ പോലെയായിരുന്നു. പക്ഷേ പരിവർത്തനം ചെയ്തു. ഈ ഒരു റീഫോർമേഷൻ ആണ്. ദയ എന്നൊരു വാക്കാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായത്. മാനുഷാത, അരുത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആള് തന്നെയാണ്. ഇപ്പം റിപ്പബ്ലിക്കനൊക്കെ ഭയങ്കര വലിയ പ്ലോട്ടുകളൊക്കെ ചെയ്യും മാനുഷാത എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടാണ് വീണ്ടും ഹോട്ടലിൽ പോകുന്നത്. അല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അപ്പം അവിടെ ആ ദയ നഷ്ടപ്പെടുകയാണ്, മാനുഷാത. അപ്പം നമുക്ക് ആത്മീയമായി ഒരു പരിവർത്തനം വേണമെന്നുണ്ടെങ്കിൽ ഗുരുവിനെ സമീപിക്കണം. അതുപോലെ തന്നെ അവരുടെ കാൽപ്പാടുകളെ പിന്തുടരണം. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. 12 മഹാജനങ്ങളെ പറ്റി പറയാണ്. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. കാമനാശനുമാ വല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേൻ. സാക്ഷാൽ മഹാദേവ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. അങ്ങേ സ്മരിക്കുമ്പോഴെല്ലാം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമേ. മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്ന, ഇല്ലെങ്കിൽ രാവണനെ പോലെ ആയിത്തീരും. ഏറ്റവും വലിയ മഹാദേവ ഭക്തനായിരുന്നു രാവണൻ. അവസാനം പക്ഷെ എന്ത് ചെയ്തു? ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കേണ്ടി വന്നു. വാരിജോദ്ഭവൻ ആദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ അരുണാംബുജം ലീന സുസഞ്ചയം മമ ചേതോർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവിൻ ആവോളം വന്ദിക്കുന്നേ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാരം ഭൂതന്മാരി കാണാമായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരാശാപാദികൾ. ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പിന്നെ അടുത്ത ശ്ലോകം. പാദസേവകനായ ഭക്തനാം ദാസൻ. ദാസോഹം തപകേശവ, ഭഗവാന്റെ ദാസനാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മം. പാദസേവകനായ ഭക്തനാം ദാസൻ ജ്ഞാനിനാം ആദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം. ഭഗവാന്റെ സേവകനാണ്. ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം ചൊല്ലിയിടുന്നേൻ. ബുദ്ധിശൂന്യന്മാർക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. വേദാന്ത വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഗതിപതി തദനു സ്വാഹാപതി വരദൻ നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി കേടനാം പതി. ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോട് അടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. ഞാൻ അകത്തും പുറത്തും എല്ലാം വന്ദിക്കുകയാണ്. അഗ്രജൻ മമ സദാം വിദുഷാം അഗ്രസേരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കൊരും നിങ്കൽ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം. 100 കോടി ഗ്രന്ഥമുണ്ടിൽ ഇത് ഭൂമി തന്നിൽ
രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവനായി വന്നതു കണ്ടു ദാതാ. ഭൂമിയക്ഷുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. ത്രേതായുഗത്തില് 100 കോടി ഗ്രന്ഥമുണ്ട്, ഒരു ഫലവുമില്ല. ഭഗവാന്റെ മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമം, തിരുനാമം ജപിക്കണം. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നിർത്തുന്നത്, കലീർ ദോഷ നിധേ രാജൻ ഏകോ അസ്തിന പ്രിയഹി. ഈ കലികാലത്ത് മൊത്തവും കലികന്മഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ, ഹരിയുടെ നാമം ജപിക്കുക. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യത. വീണാപാണിയും ഉപദേശിച്ചു രാമായണം, വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക മൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം യുദ്ധം അധ്യാത്മരാമായണം മൃത്യു ശാസനാപ്രോക്തം. അത്യന്തം രഹസ്യം, ഇതൊരു ഗൂഢശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രാമായണം വായിച്ചാലും ആർക്കും മനസ്സിലാവാത്തത്. വായിക്കും, ചടങ്ങിന് വേണ്ടിയിട്ട് വായിക്കും, രാമായണ നവാഹങ്ങൾ നടത്തും. പക്ഷേ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല. മാസത്തിലെ ഒരു മാസത്തെ 30 ദിവസം കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോയും മറക്കും, രാമായണവും മറക്കും. അധ്യാത്മ പ്രദീപം അത്യന്തം രഹസ്യം അധ്യാത്മ രാമായണം മൃത്യുശാസനാ പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഈ ജന്മത്തിൽ തന്നെ ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് മോക്ഷം ലഭിക്കും. ഒരിടത്ത് ഞാൻ കേട്ടതാണ്, രാമായണം വായിച്ച് 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല, കിട്ടത്തില്ല. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് ഇവിടെ വരരുത്, അങ്ങനെ രാമായണത്തിൽ പറയുന്നതേ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് രാമായണം പഠിക്കേണ്ട രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധം, ഈ ഭൂമിയിൽ നിനക്ക് മോക്ഷം ലഭിക്കും, മംഗളം കിട്ടും. മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. അപ്പൊ ഈ കൂട്ടർ എന്താ പറയുന്നത് അറിയാമോ? തത്വം. ഇവർ പറയുന്നൊരു വാക്കാണ് തത്വം ഗ്രഹിക്കുക, അല്ലാതെ വേറെ കേൾക്കാൻ വേണ്ടിയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ശ്രീരാമന്റെ തത്വം എന്താണെന്ന് പറയും. വളരെ പ്രയാസമാണ് കാര്യങ്ങൾ. ബുദ്ധിമത്തുകളായൊരു കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഃഖാബ്ദിമധ്യേ പോഹി സത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ. രാത്രി മണ്ഡലം തന്നിൽ മർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനും തനയനായി. രാത്രിചാരികളായ രാവണാദികൾ നമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം. ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യം വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. സീതാദേവിയെയും ശ്രീരാമചന്ദ്രനെയും വന്ദിച്ച് എഴുത്തച്ഛൻ പിന്നീട് ഈ രാമായണം നമുക്ക് ആദ്യം കേട്ടത് ശ്രീരാമചന്ദ്രന്റെ മഹിമ കേൾക്കുന്നത് മഹാദേവരിൽ നിന്ന് പാർവതി ദേവിക്ക് കൊടുത്തതാണ്. അതാണ് അധ്യാത്മ രാമായണത്തിൽ വീണ്ടും ഉമാമഹേശ്വര സംവാദം പറയുന്നത്. അമൃതമാതാജി വായിക്കാമോ ഉമാമഹേശ്വര സംവാദം? ഉണ്ടോ? കുറച്ച്, നമ്മുടെ സമയം തീരാറായി, കുറച്ച് വായിച്ചാൽ മതി. നമുക്ക് പിന്നെ അടുത്തുള്ള ആഴ്ചകളിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ മാത്രം വായിച്ചു പോകും. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദി
സേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥ സ്നാനാദി ഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമുല മന്ദത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തന്നെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാബുദേ കനിഞ്ഞരുളി ചെയ്തിടണം. മാറും നിന്തിരുവടി അഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യരീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളോരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വൈനാദ്യനജൻ ആത്മാരാമൻ തത്വാത്മ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവാരജ്ഞാനികൾ മാനസം മായാ തമസമൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവാൻ നാദേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യബുക്ക് അഭിഷേകവും ചെയ്തു. മാത്രാത്മാ സകലേശൻ അവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നേരം ഭക്തനാം ജഗൽ പ്രാണ നന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ട് സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ
തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ, ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മജനജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയ ജഗന്മയെ സന്മയെ മായാമയെ, ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. കൃഷ്ണ ഹരേ കൃഷ്ണ. വെച്ചതാണോ കഴിഞ്ഞതാണോ മൈക്ക് ഓഫ് ആയി പോയതാണോ? കഴിഞ്ഞില്ല. സംവാദം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. എന്റെ ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. അപ്പം വളരെ സന്തോഷം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഈ രാമായണ മാസത്തില് വളരെ മംഗളകരമായി ശ്രീരാമചന്ദ്രനും ഒരു തുടക്കമായി, നമ്മുടെ രാമായണത്തിനും തുടക്കമായി. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കർമ്മം അകർമ്മം വികർമ്മം. എങ്ങനെയാണ് രാവണന്റെ റോൾ എന്തായിരുന്നു, വിഭീഷണന്റെ റോൾ എന്തായിരുന്നു എന്നൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കി. ആ കർമ്മത്തിന്റെ റിയാക്ഷൻ കൊണ്ടാണ് രാമായണം ഉണ്ടായത് തന്നെ. ദശരഥൻ അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും അവിടെയാണ് പാപങ്ങൾക്ക്, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണദോഷ ഫലങ്ങൾ അതേ രൂപത്തിൽ അതേ അളവിൽ നമ്മൾ അനുഭവിക്കണം. ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാതെ തൻ്റെ ഒരു കുസൃതിക്ക് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് ആനയാണെന്ന് ധരിച്ചൊരു അമ്പെയ്തു. നിർഭാഗ്യവശാൽ അതൊരു മനുഷ്യനായിരുന്നു. ആ കുമാരനിൽ കൊണ്ട് രാജാവ് ദശരഥൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ അതിനൊരു കാർമിക് റിയാക്ഷൻ വന്നു. ആ വൃദ്ധ ദമ്പതികൾ പറഞ്ഞു, ദശരഥ, പുത്രദുഃഖം എന്താണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിനക്കും ഇതേ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു മൊമെന്റ് ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറയുന്നു ദശരഥ, നീയും ഇതുപോലെ പുത്രവിയോഗത്താൽ മരിക്കട്ടെ, ദുഃഖം അനുഭവിക്കട്ടെ. അങ്ങനെ രാമായണം ഉണ്ടാകുന്നു, കർമ്മഫലത്തെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ ലവകുശന്മാർ, അച്ഛൻ ആരെന്നറിയില്ല, അമ്മ ആരെന്നറിയില്ല, ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചു, ആ ഗുരുവിന്റെ ആശ്രമത്തിൽ അഭ്യസിച്ചു, രാമനാമം പാടി അയോധ്യയിൽ വന്നു. ശ്രീരാമചന്ദ്രന് പോലും അറിയത്തില്ല കുട്ടി മക്കളാണെന്ന്. പക്ഷേ രാമനാമമായതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് തന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി. അപ്പൊ രാമനാമം ജപിക്കുന്ന ഏതൊരുവനും ഭഗവാന്റെ അടുത്ത് സ്ഥാനമുണ്ട് എന്ന് ശ്രീ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഇന്നിവിടെ ഭഗവത്ഗീതയുടെ അതീന്ദ്രിയജ്ഞാനം 16-ാമത്തെ ശ്ലോകവും രാമായണത്തിന്റെ ആദ്യ ഭാഗങ്ങളും രാമായണം ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്കൊരു ബാക്കി കാര്യമുണ്ട്. ആദ്യത്തെ ഒരു 30 ശ്ലോകം സിമ്മി ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചെല്ലും, നമുക്ക് കൂടെ ചെല്ലാം. 30 ശ്ലോകമുണ്ട്. ഓക്കെ അല്ലേ? ബോറടിച്ചിട്ടൊന്നും സമയം പോയിട്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. ടൈറ്റാണ്. ഹരേ കൃഷ്ണ. സമയം ഓൾറെഡി 8 o'clock ആയല്ലോ. കുഴപ്പമില്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, 30 ശ്ലോകമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യട്ടെ? യെസ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഞാൻ എത്ര എക്സ്പേർട്ട് അല്ല, ഞാൻ ട്രൈ ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ധൃതരാഷ്ട്രോവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സാമവേദയുത്സവഃ മാമകാ പാണ്ഡവശ്ചൈവ
किमकुर्वत सञ्जयः सञ्जय उवाच दृष्ट्वा तु पाण्डवानीकं व्यूढं दुर्योधनस्तथा आचार्यम् उपसंगम्य राजवचनम् अब्रवीत् पश्यति पाण्डुपुत्राणाम् आचार्य महतिं च मुं व्यूढं द्रुपदपुत्रेण तव शिष्येन धीमता अत्र सूरा महेश्वासा भीमार्जुन समायुधि युयुध्वानो विरतश्च द्रुपदश्च महारथः दृष्टकेतुश्च केतीना काशीराजश्च वीर्यवान् पुरुजित्कुन्तिभोजश्च शैभश्च नरपुङ्गवः युधामानुश्च विक्रान्ता उत्तमौजश्च वीर्यवान् सौभद्रो द्रौपदेयश्च सर्व एव महारथः अस्माकं तु विशिष्टाये तानि घोरदिवोज्जोत्तमा नायका मम सैन्यश्च सम्यार्थं तन् ब्रवीमि ते भावन् भीष्मश्च कर्मश्च कृपाश्च समितिं जयः अश्वत्थामा विकर्णाश्च सौमदत्तिस्तथैव च अन्ये च भावसुरमदार्थे त्यक्तजीवितः नानशास्त्र प्रहराणा सर्वयुद्धे विशारदः अपर्याप्तं तद अस्माकं बालं भीष्मभिरक्षितं पर्याप्तं त्वदम् एष्टं बालं भीमभिरक्षितम् अयनेषु च सर्वेषु यथा भागम् अवस्थिता भीष्मम् एव भीरक्षसन्तु भावन्त सर्व एव हि तस्य सञ्जयान् हर्षं कुरु वृद्ध पितामहः सिंहनादं विनोद्य च शङ्खं ददमौ प्रतापवान् तथा शङ्खश्च भैरश्च पानवानाकगोमुखः सहसैभ्यहन्यन्ता सशब्दस्तु मुलोद्भवात् तथा सेवकैर्हये युक्ते महति स्यान्धने स्थितो माधवा पाण्डवश्चैव दिव्यशङ्को प्रधामतु पाञ्चजन्यं ऋषिकेशो देवदत्तं धनञ्जयः पौण्ड्रं ददमौ महाशङ्खं भीमकर्मवरकोदरः अनन्तविजयं राजा कुन्तीपुत्रो युधिष्ठिरः नकुला सहदेवश्च सुघोषमणिपुष्पकौ कस्यश्च परमेश्वरः शिखण्डी च महारथः दृष्टद्युम्नो विराटश्च सत्यकिश्च पराजितः द्रुपदो द्रौपदीयश्च सर्वस्व पृथ्वीपते सौभद्रश्च महाबाहु शङ्खं दद्मुः पृथक् पृथक् सघोषो धृतराष्ट्राणां कृत्यानि विद्रायत नाभश्च पृथ्वीं चैव तुमुलो भयनुनादयाम् अथा व्यवस्थितान् दृष्ट्वा धर्तराष्ट्रन् कपित्युवः प्रवर्ते शस्त्रसम्पत्ते धनुरुद्यम्य पाण्डवः ऋषिकेशं तदा वाक्यम् इदम् महीपते अर्जुन उवाच सेनयोरुभयोर्मध्ये रथं स्थापयेमेच्युतः यावदेतं निरीक्षस्यं योधकामा अभिस्थितान् कैर्माया सह योद्धव्याम् अस्मिन् रणसमुद्यमे योत्स्यमानन्
योत्स्यमानन वीक्षेत्सं या अतेऽत्र समागता धृतराष्ट्रस्य दुर्बुद्धि युद्धे प्रियचिकीर्षवः संजय उवाच एवं युक्तो ऋषिकेशो गूढकेशेन भारत सेनयोरुभयोर्मध्ये मध्ये स्थापयित्वा रथोत्तमं भीष्मद्रोण प्रमुखाता सर्वेषां च महिष्टं उवाच पार्थ पश्यातान् सामवेतान् कुरुनिति तत्र पश्यत् स्थितान् पार्था पितॄणाप्ता पितामहा आचार्यन् मातुलन् भ्रातॄन् पुत्रन् पौत्रन् सखिंशतता स्वसुरान् शूद्रश्च चैव सेनयोरुभयोरपि तान् समीक्ष्य कौन्तेय सर्वान् बन्धुमवस्थितान् कृपया परयो विष्ठो विषिधान् इदमब्रवीत् अर्जुन उवाच दृष्ट्वेमां स्वजनां कृष्णा युयुत्सं समुपस्थितां सिद्धान्ति मम गत्राणि मुखां च परिशुष्यति वेपतुश्च शरीरे मे रोमहर्षश्च जायते गान्धिवामस्रमस्ते हस्ताद्वक चैव परिध्यते न च शङ्खनोमवस्याथुं ब्रह्मतीव च मे मना निमित्तानि च पश्यानि विपरीतानि केशव ഹരേ കൃഷ്ണ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. കാര്യം ഒന്ന്, മലയാളം പ്രൊനൗൺസിയേഷൻ എളുപ്പമല്ല സിമിക്ക്, പക്ഷേ കൃത്യമായിട്ട് നല്ലോണം എഫർട്ട് എടുത്തു. ബാക്കിയുള്ള ശ്ലോകം കൂടെ സിമി തന്നെ ചെയ്താൽ മതി. ഓക്കെ, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ ഇനി ഒബ്ജക്ഷൻ യുവർ ഓണർ ഉണ്ടല്ലോ, ശശിയും പ്രഭു പറഞ്ഞോളൂ. 5-6 മിനിറ്റ് നമുക്ക് നോക്കാം. ജയപ്രകാശ് പ്രഭുവിന് എന്തോ പറയാനുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ രാമായണം ആണെങ്കിലോ ഭഗവത്ഗീതയാണെങ്കിലോ, രാമായണത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. രാമായണമാണെങ്കിലോ ഭഗവത്ഗീതയാണെങ്കിലോ പറയൂ ജയപ്രകാശ് പ്രഭു. സുശീൻ പ്രഭു പറയണ്ടെന്ന് പറഞ്ഞു. സുശീൻ പ്രഭു പറയും, സുശീൻ പ്രഭു പറയും. അല്ലെ, പാട്ട് പാടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ പാട്ട് പാടുന്ന ആരായിരുന്നു പാട്ട് പാടാന്ന് പറഞ്ഞത്? പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് സുരേഷ് പ്രഭു ആയിരിക്കും. സുരേഷ് പ്രഭു പോയോ? സുരേഷ് ഗോപി പ്രഭു എന്ന് പറഞ്ഞപ്പോഴേ പോയി. സുരേഷ് ഗോപി പ്രഭു ശില്പമാതായി എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു പോയി. എന്നെ പാടി കേൾപ്പിച്ചങ്ങോട്ടൊക്കെ ചെയ്താന്നല്ലോ. പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു. അതെ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖാം വന്ദേ വാത്മീകി കോകിലം. ഞാൻ ശിവന്റെ പാട്ട് പാടാം, ബിക്കോസ് ഇന്ന് തുടക്കല്ലേ, അപ്പം ശിവന്റെ പാട്ട് പാടാം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ.
शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറന്ന് പോം മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവ ശിവ എന്നും പറയാതല്ലേ മഹമായ തന്റെ പ്രകൃതികൾ മഹമായ നീക്കിട്ടരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ വലിയൊരു കാട്ടിൽ അകപ്പെട്ടേനഹം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർ വഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെയാറു പടിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ഓം നമോ ശിവായ ഓം നാരായണായ ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. വൈഷ്ണവ് ശിവശംഭോ ശിവശംഭോ, അതിനകത്തൊരു വാക്ക് എടുത്തു പറയാനുണ്ട്. എന്താണ്? ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ. എത്ര വളരെ ഈണം. നമ്മളെ കൈ ചിരട്ടക്കകത്തിട്ട് പിടിച്ചതിന്റെ വിട്ടാ ബോറടിക്കുക തന്നെ ബോറടിച്ചിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ശിവഭാവിക്ക് രാമായണം മലയാളം വായിക്കാൻ അറിയാമോ? ഞാന് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഞാനിങ്ങനെ കടിച്ചു പിടിച്ചൊക്കെയാണ് വായിക്കുന്നത്. സോ വായിക്കും. പക്ഷെ അവസാനം ഞാൻ അതുകൊണ്ടാ പിന്നെ അമൃതമാതി ഇട്ട് കൊടുത്തത്. എനിക്ക് തന്നെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് പറയാറുണ്ട്. അതെ, പിന്നെ നമ്മളിൽ ചിരട്ടക്ക് ഇങ്ങനെ 2 ചിരട്ടയിട്ട് ഉറയ്ക്കുമല്ലോ. അയ്യോ നോ. സന്തോഷം. എങ്കിലും പറയുന്നു. ഓക്കെ, അപ്പൊ അവിടെ ശംഭോ ശിവശംഭോ വൈഷ്ണവാനാം യഥാ ശംഭോ ശംഭോ മഹാദേവ. വൈഷ്ണവാനാം യഥാ ശംഭോ, ഏറ്റവും വലിയ ഭക്തനാണ്. അതുകൊണ്ടാണ് ഭാഗവതം പോലും, ഭാഗവത സപ്താഹം ഭാഗവത കഥകൾ പോലും ആദ്യമായി ഒരു ദേവനിൽ നിന്ന് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ മഹാദേവനിൽ നിന്നാണ്. മഹാദേവനിൽ നിന്ന് പാർവതി ദേവി കേൾക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശുകദേവ ഗോസ്വാമിയുടെ ഉത്ഭവം വരുന്നത്. ആലോചിച്ച് നോക്കണം. ശുകദേവ ഗോസ്വാമിക്ക് ശേഷമാണ്, ശുകദേവ ഗോസ്വാമി ഇവിടെ നമ്മുടെ ഭൂമിയിൽ പ്രത്യക്ഷമായതിന് ശേഷമാണ് ആദ്യത്തെ സപ്താഹം ഉണ്ടാകുന്നത്. അതിനു മുമ്പേ ഈ ഭാഗവത കഥ പറഞ്ഞു കൊടുത്തതും കേട്ടതും ലക്ഷ്മി ദേവിയാണ്. മഹാദേവര് പറഞ്ഞു കൊടുത്തു, ലക്ഷ്മി ദേവി കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വൈഷ്ണവാനാം യഥാശംഭു. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നാരദ മഹർഷിക്ക് പോലും വന്നിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് നോക്കണം. നാരദ മഹർഷിയാണ് വേദവ്യാസ മഹർഷി എടുത്ത് പറഞ്ഞു കൊടുത്തത് ഭാഗവതം കേൾക്കാൻ. എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ വലിപ്പച്ചെറുപ്പമല്ല പറയുന്നത്. അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാവമാണ്. അങ്ങനെ പറയാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ ഇത് പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഭക്തന്മാർ തമ്മിലുള്ള കാര്യങ്ങൾ, ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഭഗവാനും ഭക്തനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്.
ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് നാരദ മഹർഷി. നാരദ മഹർഷി തന്നെയാണ് ഭഗവാൻ നാരദ മഹർഷി അയച്ചതും നാരദ മഹർഷി വ്യാസ മഹർഷി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു ഒക്കെ ശരി. പക്ഷെ ഇവരുടെ അടുത്ത് പറയുന്നു സ്റ്റേറ്റ്മെന്റ് വൈഷ്ണവാനാം യഥാശംഭു മഹാദേവര് പറയുന്നു, വീണ്ടും ഭഗവത്ഗീതയിൽ പറയുന്നു, രുദ്രാണാം ശങ്കരച്ചാസ്മി, 11 രുദ്രന്മാരിൽ ഞാൻ ശങ്കരനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് ഭഗവാനും മഹാദേവരും തമ്മിലുള്ള ബന്ധം പാലും തൈരും പോലെയാണ്. ഇതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, ഇത് തിരിച്ചെടുക്കുകയും വരുത്. അതേസമയം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ 4-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ 16-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അവരെന്താണോ ചെയ്തത്, ഭാഗവത കഥ, സ്വന്തം ഭാര്യയോട് ഭഗവാന്റെ കഥകൾ നിരന്തരം പറഞ്ഞു കൊടുത്തിരുന്നു. ഇവിടെ എത്ര ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? അഥവാ ഭാര്യമാര് എത്ര ഭാര്യമാര് ഭർത്താക്കന്മാരിൽ നിന്ന് സാഹൂതം ഭഗവാന്റെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെയാണ് ആത്മീയതയുടെ അളവ് ആ കുടുംബത്തിൽ നോക്കേണ്ടത്. മഹാദേവ ഭക്തൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാദേവ ഭക്തനാണെങ്കിൽ മഹാദേവർ ചെയ്തത് വളരെ സ്നേഹത്തോടെ തൻ്റെ പത്നിക്ക് ഭഗവാന്റെ മഹിമകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലും അത് തന്നെയാണ് വേണ്ടത്. ഈ രാമായണ മാസത്തിൽ ഇങ്ങനെയുള്ള വിശകലനം നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാകട്ടെ. ഇത് എനിക്കും കൂടെ ബാധകമാകട്ടോ. നമ്മളുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് സുശീം പ്രഭു പറയൂ, അല്ലെങ്കിൽ ബോറടിക്കും. ഹരേകൃഷ്ണ പ്രഭു, ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രാമായണം ഇനിയിപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, കാതികന്മാരും അധികം മോശമില്ലാതെ പാടും കേട്ടോ. അവർക്ക് ഹാർമോണിയ പാടി കൊടുക്കുന്നത് അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അത്ര മോശമൊന്നും അല്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അതെ, സത്യമാണ്, മോശമൊന്നുമല്ല. സുരേഷ് ഗോപി പ്രഭു പാടുന്നല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ പാടുമെന്ന് പറഞ്ഞാൽ അത് എന്റെ നെറ്റ് ചെറിയ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ മറ്റേന്ന് ടാതർ ചെയ്തു, അപ്പൊ അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. ഞാന് നമ്മൾ പാടിയ ഒരു പാട്ട് തന്നെ അത് പാടാം, ഭഗവാനെ കുറിച്ച്. കണ്ണനെ കണി കാണാൻ, കണ്ണന്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങേണം നിൻമലർ കണ്ണടച്ചുറങ്ങേണം. കണ്ണനെ കണി കാണാൻ, കണ്ണന്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങേണം നിൻമലർ കണ്ണടച്ചുറങ്ങേണം. കണ്ണടച്ചുറങ്ങുമ്പോൾ കണ്ണനടുത്ത് വന്നു കിന്നാരം പറയുന്നുണ്ടോ? കണ്ണടച്ചുറങ്ങുമ്പോൾ കണ്ണനടുത്ത് വന്നു കിന്നാരം പറയുന്നുണ്ടോ? അവൻ കണ്ണഞ്ചും ചിരിയുടെ കള്ളത്ത കോല് കൊണ്ട് കരളിന്റെ കലവറത്തോച്ചും ചിരിയുടെ കള്ളത്ത കോലു കൊണ്ട് കരളിന്റെ കലവറ തുറക്കുന്നുണ്ടോ? കണ്ണനെ കണി കാണാൻ, കണ്ണന്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടോ പോവും ഈ ഭഗവാന്റെ വാക്കുകളും പാട്ടുകളും കേട്ട് കഴിഞ്ഞാൽ. വളരെ സന്തോഷം. ഇന്ന് സീനിയേഴ്സ് ആണ് സ്കോർ അടിച്ചത്. വീണ്ടും വരണം സ്കോർ അടിക്കാൻ. ഹരേ കൃഷ്ണ. വന്ദന, നന്നു, കീർത്തന, ആമി, വിസ്മയ റെഡിയാവുക, പുതിയ പാട്ടുകളുമായിട്ട് വരിക, നമ്മൾ സ്കോർ ചെയ്യണം. ഹരേ കൃഷ്ണ. ബാങ്കിങ് റേറ്റ് പോരാ. ഹരേ കൃഷ്ണ. ഇത് വേണം, അതായത് ഇത് രസമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ കൗണ്ട് ഓൺ ആയോ ജയപ്രകാശ് പ്രഭു? ആയി പ്രഭു, ആയി. ഹരേ കൃഷ്ണ. അപ്പോൾ രാജീവ് പ്രഭു
രാജീവ് പ്രഭു മാത്രം ഒന്നും പറഞ്ഞില്ല, ഒരു യോഗിയെ പോലെ അവിടെ ഇരിക്കുകയാണ്. രാജീവ് പ്രഭു കേട്ടില്ല? ഒരു യോഗിയെ പോലെ അവിടെ ഇരിക്കുകയാണെന്ന്. ഷർട്ടേ ഉള്ളൂ. സുഷിമറിച്ചിരിക്കുന്നു.